ഹലോ ഗായ്സ്, ഞാൻ പറയാൻ വന്ന ഒരു ലോങ് ടേം റിവ്യൂ ആണ് ഇതിനെപ്പറ്റി. ഞാനിത് വാങ്ങിയിട്ട് ഒരു 2 months ആവുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അല്ല, കുറച്ചുകൂടി സാറ്റിസ്ഫൈ ആവുന്നെന്ന് വിചാരിച്ചു. ബട്ട് അത്ര ഒരു സാറ്റിസ്ഫൈ ആവാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതിന്റെ ലുക്ക് ഒരു ഡിഫറെന്റ് തിങ് ആണ്. ഓക്കെ, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ലുക്ക് 2-3 പേര് എന്റെ കയ്യിൽ നിന്ന് കണ്ടിട്ട് ഇത് ചോദിച്ചത് കൊള്ളാമല്ലോ സംഭവം, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ലുക്ക് ഒരു ഡിഫറെന്റ്ലി ഇൻസ്പയർഡ് ലുക്കാണ്. ഇറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. ഇതിനിപ്പോ എന്താ ഇഷ്യൂ എന്ന് വെച്ചാല് ഇതും ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന അപ്പൊ ചില സമയത്ത് നമ്മൾ വെക്കുമ്പോൾ ഇതിന്റെ കോണ്ടാക്ട്സ് കറക്റ്റ് ആവത്തില്ല. പറഞ്ഞു കിടക്കുക, സൈഡിലോട്ട് കിടക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നുണ്ടായിരുന്നു എന്റെ ഡിവൈസസിലോട്ട്. ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ഇത് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത് എടുത്ത് കാതിൽ വെക്കുമ്പോൾ തന്നെ ചില സമയത്ത് ഗെയിമിംഗ് മോഡിലോട്ട് മാറും. ഇതൊക്കെ നമ്മൾ എത്ര നേരം കോണ്ടാക്ട് ഉണ്ടോ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന ഒരു ഫീൽ ഉണ്ട്. ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആയി വരും. നമ്മൾ എടുത്ത് കാതിൽ വെക്കുന്ന ഒരു ടൈമിലുള്ള ഒരു ടച്ച് പോയിന്റ് കൊണ്ടിട്ടാണ്, ഇതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഞാനൊന്ന് ഫേസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇതിന്റെ ഉള്ളിൽ എന്തൊരു ബഗ്ഗാന്ന് എനിക്കറിയത്തില്ല. ഇനി വേറെ ആർക്കും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. സംഭവം ഞാൻ ഇത് ഫേസ് ചെയ്ത കാര്യം എന്ന് വെച്ചാല്, ചില സമയത്ത് 2 ഹെഡ്ഫോൺ തമ്മിൽ സിങ്ക് ഇഷ്യൂ ആവും. ഇത് ബ്രേക്ക് ചെയ്ത് കേൾക്കാം എന്ന് വെച്ചാൽ TWS പെയറിങ് ട്വൈസ്. അങ്ങനെ ഒരു ഗെയിമിങ്ങിന്റെ ടൈം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. പക്ഷെ കോള് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ബട്ട് ഗെയിമിങ്ങിന്റെ ടൈം എനിക്ക് അങ്ങനെ 2 ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹെഡ്ഫോൺ ഊരിട്ട് കേസിൽ തിരിച്ചിട്ടിട്ട് പിന്നെ എടുത്ത് വെക്കുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു എന്റെ പ്രശ്നം. മെറ്റൽ ബോഡി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി ഭയങ്കര ഡ്യൂറബിൾ. ഐ തിങ്ക് ഇറ്റ്സ് സ്ക്രാച്ച് പ്രൂഫ്. മോസ്റ്റ്ലി നമ്മൾ നോർമലി വാങ്ങുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ പാർട്സ് ഒക്കെ സ്ക്രാച്ച് ആവുന്ന പോലെ ഇത് അത്ര സ്ക്രാച്ച് ആവുന്നില്ല. ഞാൻ എന്റെ കീസിന്റെ കൂടെയും പോക്കറ്റ്സിലൊക്കെ ഇടാറുണ്ട്. പിന്നെ 2 times എന്റെ കയ്യിൽ നിന്ന് താഴെ വീണത് ടൈൽ ചെയ്തിരിക്കുന്ന ഫ്ലോറിലാണ്. മെറ്റലിന്റെ ഒരു പാർട്ട് പൊടിഞ്ഞിങ്ങനെ പോകത്തില്ലേ, അങ്ങനെ ചെറിയൊരു ഇഷ്യൂ. വലുതായിട്ട് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ ഇതിന്റെ ഏഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എൻട്രി ലെവൽ ഏഞ്ച് എന്ന് പറയാം. ഹിസിങ് നോയ്സസ്, ഫാന്റെ നോയ്സസ് ഒക്കെ ഫുള്ള് കട്ട് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല. ഫാന്റെ നോയ്സ് കേൾക്കുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു കാറ്റടിക്കുന്ന നോയ്സസ് ഇല്ലേ, അതൊക്കെ ക്യാൻസൽ ചെയ്യും. 32 decibel വരെ ഒരു നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. ട്രാൻസ്പെറൻസി മോഡിസ് വാവ്, ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ചെയിൻ ഞാൻ കഴുത്തിയിട്ടുണ്ട്. ഒരു കാര്യമല്ല, പക്ഷെ കഴുത്തിന് വെറുതെ ഇട്ടോണ്ട് നടക്കാം. ഇതൊക്കെ തൂക്കിക്കൊണ്ട് നടക്കണമെങ്കിൽ വെയിറ്റ് ആണ് കേട്ടോ. ഇത് കുറച്ച് വെയിറ്റ് ഉള്ള സാധനം, മെറ്റലിന്റെ ഇതായതുകൊണ്ട്. പിന്നെ ഇത് മൊത്തം മെറ്റൽ ഞാൻ പറയത്തില്ല. ഇതിന്റെ താഴെയൊക്കെ പ്ലാസ്റ്റിക്സ് ആണ്, പിന്നെ ഉള്ളിലും പ്ലാസ്റ്റിക് ആണ്, സാധനവും പ്ലാസ്റ്റിക്.